എൻഡ്യൂറൻസ്, സ്ട്രെങ്ത്, പവർ, സ്റ്റാമിന, സ്പീഡ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? നിങ്ങളൊരു ബോഡി ബിൽഡറോട് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഒരു മാരത്തോൺ റണ്ണറോട് ചോദിച്ചാലോ, ഒരു മാർഷൽ ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഒരു ക്രോസ് ഫിറ്റ് അത്ലറ്റിനോട് ചോദിച്ചാലോ, അവരോരോരുത്തരും അവർക്ക് ഫേവററ്റായിട്ടുള്ള, അവർ സ്വയം വ്യക്തിപരമായി വിലമതിക്കുന്ന ഏതെങ്കിലും ഉത്തരം മാത്രമേ പറയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മാർഷൽ ആർട്ടിസ്റ്റിനോട് ചോദിച്ചാൽ അയാൾ പറയും സ്പീഡും പവറുമാണെന്ന്. ഒരു മാരത്തോൺ റണ്ണറോട് ചോദിച്ചാൽ അയാൾ പറയും എൻഡ്യൂറൻസ് എന്ന്. ഒരു ബോഡി ബിൽഡറോട് ചോദിച്ചാൽ അയാൾ പറയും സ്ട്രെങ്ത് എന്ന്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ആരുടെയെങ്കിലും ഉത്തരങ്ങളെക്കുറിച്ചല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സത്യം എന്തെന്നാൽ ഇതെല്ലാം സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ 5 ഗുണങ്ങളും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നു. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഈ 5 ഗുണങ്ങളിൽ ഏത് ഗുണമാണ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാം. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ടും ലങ്സും എത്ര നേരം പ്രവർത്തിക്കും. ഉദാഹരണം പറഞ്ഞാൽ മാരത്തോൺ റണ്ണിങ്, സൈക്ലിങ്, നീന്തൽ. അതായത് ഇങ്ങനെയുള്ള ആളുകൾ ഏറെ നേരം അതേ ആക്ടിവിറ്റി നിർത്താതെ ചെയ്യുന്നു. അവിടെ നമുക്ക് ആവശ്യം എൻഡ്യൂറൻസ് ആണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു തവണ എത്ര ശക്തി ഉൽപ്പാദിപ്പിക്കാം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ 1 റെപ്പ് മാക്സ്. വലിയ ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ആൾക്കാർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു തവണ 1 റെപ്പ് മാക്സ് എന്ന് പറഞ്ഞ് ഒറ്റ തവണ ലിഫ്റ്റ് ചെയ്ത് താഴെ വയ്ക്കും. കാരണം അത് അത്രത്തോളം ഹെവി വെയ്റ്റ് ആണ്. അപ്പോൾ നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ അത്രയും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാറിലെ പെട്രോൾ തീർന്നു. പെട്രോൾ പമ്പ് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് തള്ളണമല്ലോ. കാറെന്നുള്ളത് വളരെ ഭാരമുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ അത് തള്ളാൻ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് വേണം. രണ്ടാമത്തെ കാര്യം, 2 കിലോമീറ്റർ തള്ളണം. അതിന് സ്ട്രെങ്ത് പ്ലസ് എൻഡ്യൂറൻസ് വേണം. അതുപോലെ തന്നെ സ്റ്റാമിനയും വേണം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട്, എൻഡ്യൂറൻസും സ്റ്റാമിനയും കുറവാണെങ്കിൽ നിങ്ങൾക്ക് കാറ് തള്ളാൻ സാധിക്കും. പക്ഷേ കുറച്ച് ദൂരം തള്ളുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ തളർന്നു പോവും. അതാണ് ഈ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, സ്റ്റാമിന. ഇത് മൂന്നും അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ട് കാര്യമില്ല. പല സാഹചര്യത്തിലും ഈ 5 ഘടകങ്ങളുടെയും പല കോമ്പിനേഷനും ഒരുമിച്ച് ചേരേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ആ കാര്യം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. പവർ എന്ന് പറഞ്ഞാൽ എത്ര എക്സ്പ്ലോസീവാണ് നിങ്ങൾ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ജമ്പ് ചെയ്യുക, ത്രോ ചെയ്യുക, അല്ലെങ്കിൽ ഒളിമ്പിക്സ് ലിഫ്റ്റുകൾ ചെയ്യുക. ഇതൊക്കെയാണ് പവർ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ക്ലാപ്പ് പുഷപ്സ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെങ്തും വേണം, സ്പീഡും വേണം, പവറും വേണം. കാരണം ക്ലാപ്പ് പുഷപ്സ് സാധാരണ പുഷപ്സിന് സ്ട്രെങ്ത് മതി, പവർ വേണ്ട. അതായത് നിങ്ങൾ നോർമലി പുഷ് അപ്പ് ചെയ്യുന്നു, ഡൗൺ ചെയ്യുന്നു. ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുഷ് ചെയ്ത് നിങ്ങളുടെ എൻറ്റയർ ബോഡി എയറിലോട്ട് നിർത്തുന്നു. അതിന് അത്രയും പുഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എക്സ്പ്ലോസീവ് പവറാണ് ആവശ്യം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു മാർഷൽ ആർട്ടിസ്റ്റ്, ഒരാൾ ഇപ്പോൾ ഒരു തായ്ക്കോണ്ടോ ചെയ്യുന്ന ഒരാൾ കിക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സ്പീഡും പവറുമാണ്. ഈ കിക്കിന് പവർ ഇല്ലെങ്കിൽ അവിടെ സ്ട്രെങ്ത് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ബോഡി ബിൽഡറുടെ കാലെടുത്താൽ വലിയ സൈസുള്ള കാലായിരിക്കും. ഒരു ബോഡി ബിൽഡർ ഒരാളെ ചവിട്ടി എന്ന് വിചാരിച്ചോ. ഉദാഹരണം, ഒരാളെ ചവിട്ടി, അല്ലെങ്കിൽ ഒരു ബോക്സിംഗ് ബാഗിൽ ചവിട്ടി. അപ്പോൾ ബോഡി ബിൽഡർക്ക് ഒരു 150 കിലോ സ്ക്വാട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അയാൾ ഒരു ബോക്സിംഗ് ബാഗിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ ചവിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വസ്തുവിന് വളരെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അതേസമയം ഒരു മാർഷൽ ആർട്സ് ചെയ്യുന്ന, ഒരു തായ്ക്കോണ്ടോ ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് 150 കിലോ സ്ക്വാട്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഒന്നുമില്ല. പക്ഷെ അയാളുടെ കാലുകൾക്ക് അസാമാന്യ വിധം പവറുണ്ട്. അപ്പോൾ ഒരു തായ്ക്കോണ്ടോ ചെയ്യുന്ന മെലിഞ്ഞിരിക്കുന്ന ഒരാളെ ചവിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ബോക്സിംഗ് ബാഗിനെ ചവിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബാഗിന് സംഭവിക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഇതാണ് ഈ പവറിൻ്റെയും സ്ട്രെങ്തിൻ്റെയും വ്യത്യാസം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ച് ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ നമുക്ക് എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ആവശ്യമുണ്ട്. സ്റ്റാമിന എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലുകൾ എത്ര നേരം പ്രവർത്തിക്കും. ഹൈ റെപ്പ് സ്ക്വാട്ട്സ്, അല്ലെങ്കിൽ ബോക്സിംഗ് റൗണ്ടുകൾ, മാർഷൽ ആർട്സ്, ഇവിടെ എല്ലായിടത്തും സ്റ്റാമിന വേണം. ഇപ്പോൾ രാവിലെ എണീറ്റ് ജോഗ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം
കൂടുതൽ സമയം നിർത്താതെ ചെയ്യണം. അതായത് ഈ കാർഡിയോ വസ്കുലർ എൻഡുറൻസും മസ്കുലാർ എൻഡുറൻസും, നമ്മുടെ മസിൽസിന് എൻഡുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ എൻഡുറൻസ്, കാർഡിയോ വസ്കുലർ എൻഡുറൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാമിന എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഈ ബോഡി ബിൽഡേഴ്സിനെ കുറിച്ചൊക്കെ ചില ആളുകൾ മീമായിട്ടൊക്കെ പറയാറുണ്ട്. യവനീ കാണുന്ന സൈസേ ഉള്ളോ, ഈ സ്റ്റാമിന ഇല്ല എന്ന് പറയാറുണ്ട്. അത് വളരെ ശരിയാണ്. ബോഡി ബിൽഡേഴ്സ് മസിൽ ഹൈപ്പോട്രോഫിക്ക് വേണ്ടിയാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അവർ ഈ മസിലിൻ്റെ സൈസ്, ഷേപ്പ്, സിമിട്രിയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവരൊരിക്കലും കാർഡിയോ വളരെയധികം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റാമിന കുറവാണ്. അതേസമയം ഒരു മാർഷൽ ആർട്ടിസ്റ്റ് എടുത്താൽ അയാൾക്ക് നല്ല സ്റ്റാമിന കാണും. ഒരു ബോക്സിങ് ചെയ്യുന്ന ആളെ എടുത്താൽ വളരെ സ്റ്റാമിന കാണും. പക്ഷേ ആ ബോക്സർക്ക് മസിൽ അയാൾ ഒരിക്കലും മസിൽ ഹൈപ്പോട്രോഫിക്ക് ട്രെയിനിങ് ചെയ്യുന്നില്ല. അപ്പോൾ അയാൾക്ക് നല്ല ബോഡി ഷേപ്പോ അസ്തറ്റിക് ഫ്രെയിമോ ഒന്നും കാണത്തില്ല. സ്പീഡെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്ര വേഗത്തിൽ നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ സ്പ്രിൻറ്റിങ്, എത്ര വേഗത്തിൽ സ്പീഡിൽ ഓടാൻ സാധിക്കും. പെട്ടെന്ന് റിയാക്ഷൻ ടൈമിങ്, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ക്ലാപ്പ് പുഷപ്സിൽ ബാക്ക് ക്ലാപ്പ് പുഷപ്സ് ഉണ്ട്. നിങ്ങൾ പുഷപ്പ് പൊസിഷനിൽ നിന്ന് ബോഡിയെ പുഷ് ചെയ്തിട്ട് നിങ്ങളുടെ പുറകിലോട്ട് ക്ലാപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്, അത് പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതാണ് സ്പീഡെന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡിനും വളരെ ഇമ്പോർട്ടൻസ് ജീവിതത്തിൽ ഉണ്ട്. നിങ്ങളൊരു പട്ടി കടിക്കാൻ ഓട്ടിച്ചു, അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ഓടാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള, സർവൈവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സ്പീഡ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ മരണപ്പെട്ട് വീഴും. നിങ്ങൾക്ക് മാരത്തോൺ റണ്ണിങ് ഓടണമെന്ന് വിചാരിച്ചോ, അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എൻഡ്യൂറൻസ് ആണ്. നിങ്ങൾക്ക് ഒരു പവർ ലിഫ്റ്റർ ആകണമെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്ട്രെങ്തിലാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾക്ക് ഒരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയറായിട്ട് മാറണം. അപ്പോൾ അതിന് നല്ല ഹൈറ്റും കൂടെ വേണം ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആവാൻ വേണ്ടി. ഇപ്പോൾ എക്സാമ്പിൾ അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു കോംബോയാണ്, ഏതെങ്കിലും ഒന്നല്ല. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കണമെങ്കിൽ നല്ല പവർ വേണം. അതുപോലെ തന്നെ പവർ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ജമ്പ് ചെയ്യാൻ, ആ ബാസ്ക്കറ്റിലോട്ട് ബോൾ ഇടണമല്ലോ. അപ്പോൾ നിങ്ങൾ മുകളിലോട്ട് വളരെയധികം ജമ്പ് ചെയ്യണം. അതിന് നിങ്ങളുടെ കാലുകൾക്ക് നല്ല പവർ വേണം. പിന്നെ സ്പീഡ് വേണം. കാരണം ഓപ്പോസിറ്റ് ആളുകൾ നിങ്ങളെ തടയാൻ വേണ്ടി വരുമ്പോൾ അവരെയൊക്കെ വെട്ടിച്ചു പോകാനുള്ള അജിലിറ്റിയും സ്പീഡും. അപ്പോൾ സ്പീഡും പവറുമാണ് ബാസ്ക്കറ്റ് ബോളിന് ഇമ്പോർട്ടൻസ്. അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാമിനയും. ഇനി നിങ്ങൾ മാർഷൽ ആർട്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മൊയ്ത്തായ് ഒരു തായ്ലൻഡ് മാർഷൽ ആർട്സ് ആണ്. അപ്പോൾ ഒരു മികച്ച ഒരു മാർഷൽ ആർട്ടിസ്റ്റ്, എസ്പെഷ്യലി ഒരു മൊയ്ത്തായിൽ നിങ്ങൾക്ക് മികച്ച ഒരു ഫൈറ്റർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സ്റ്റാമിന, പിന്നെ മസിൽ എൻഡുറൻസ്, സ്പീഡ്, പവർ, ഇതൊക്കെയാണ്. കണ്ട അവിടെ ഒരുപാട് കോമ്പിനേഷൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ 5 ഗുണങ്ങളിൽ ഏതാണ് വേണ്ടതെന്ന് നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ ഗോൾ എന്താണോ അതിനെ അടിസ്ഥാനപ്പെടുത്തി. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം, അതായത് എൻഡ്യൂറൻസ് ആണ് ഏറ്റവും വലുതെന്ന്. അത് ഞാൻ പറയാൻ കാരണം നാച്ചുറൽ ലോയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇപ്പോൾ ഈ മൊയ്ത്തായ് മാർഷൽ ആർട്സ്, ബാസ്ക്കറ്റ് ബോൾ, പവർ ലിഫ്റ്റിങ്, അല്ലെങ്കിൽ 10 കിലോമീറ്റർ ദീർഘദൂരം മാരത്തോൺ റണ്ണിങ് ഓടുക, ഇതൊന്നും നേച്ചറിലുള്ളതല്ല. ഇതൊക്കെ ഈ ആധുനിക കണ്ടുപിടുത്തങ്ങളാണ് ഈ സ്പോർട്സുകളൊക്കെ. നാച്ചുറൽ ലോ അനുസരിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മനുഷ്യർ ദീർഘദൂരം നടന്ന് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ഡിസൈൻ ആയിരിക്കുന്നത്. അതായത് മാരത്തോൺ റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഇൻറ്റൻസിറ്റിയാണ്, അതൊരിക്കലും ലോ ഇൻറ്റൻസിറ്റി അല്ല. അപ്പോൾ അത് നാച്ചുറലായിട്ട്, അത് അൺനാച്ചുറലാണ് മാരത്തോൺ റണ്ണിങ്. അത് ശരീരത്തിന് ഒരിക്കലും നാച്ചുറലായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നൊരു കാര്യമല്ല. വാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ലോ ഇൻറ്റൻസിറ്റിയാണ്. അവിടെ നമ്മുടെ ശരീരം ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നില്ല, കാലിലെ മസിൽസും കോർ മസിൽസൊന്നും ഒരുപാട് ആക്റ്റീവ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മസിൽസിന് വളരെ ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും റെസ്റ്റ് ഇല്ലാതെ നടന്നാലും നമുക്ക് സേഫായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഹണ്ടർ ഗ്യാദർ അല്ലെങ്കിൽ നാച്ചുറൽ ലോ അനുസരിച്ച് മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് എൻഡുറൻസ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഞാൻ ഈ സൂചിപ്പിച്ച പോലെ പെർട്ടിക്കുലർ സ്പോർട്സിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ആവശ്യമെന്ന് നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് തരാനുള്ള മെസ്സേജ്, നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്പോർട്സിലൊന്നും ജോയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആക്ടിവിറ്റി മാരത്തോൺ റണ്ണിങ്, പവർ ലിഫ്റ്റിങ്, അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഇങ്ങനെയൊന്നും ചെയ്യാത്ത എല്ലാ ആളുകൾക്കും അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എൻഡുറൻസ് ആണ്. പ്രത്യേകിച്ച് കാർഡിയോ വസ്കുലർ എൻഡുറൻസ്.
അതായത് ഹാർട്ട് വളരെയധികം കാർഡിയോ വസ്കുലർ എൻഡുറൻസ് വേണം. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് എന്ത് രോഗം കാരണമാണ്? നിങ്ങളുടെ ചുറ്റുപാടും നോക്കിയാൽ മതി. നിങ്ങൾ കേൾക്കുന്ന എല്ലാ മരണ വാർത്തകളിലും മെജോറിറ്റിയും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണമാണ് ആൾക്കാർ മരണപ്പെടുന്നത്. അപ്പോൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്താൽ നമ്മുടെ ഹാർട്ട് ശക്തമാകുന്നു. ഇവിടെയാണ് ഒരു ലോജിക്ക്. ഇന്ന് ഈ മോഡേൺ ലോകത്തുള്ള എൻഡ്യൂറൻസ് ട്രെയിനിങ് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് അല്ല. എവല്യൂഷണറി ബയോളജി അനുസരിച്ച് ലോങ് വാക്കിംഗ് ആണ് ഏറ്റവും മികച്ച എൻഡ്യൂറൻസ് വ്യായാമം. അതായത് നിങ്ങളുടെ ശരീരത്തെ ഒരു വിധേനയും പീഡിപ്പിക്കാതെ നിങ്ങൾക്ക് മാക്സിമം എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നത് നിങ്ങളുടെ ശരീരം എങ്ങനെ പരിണമിച്ചു, നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ ഡിസൈൻ ചെയ്യപ്പെട്ടു, അതുപോലെ ജീവിക്കൽ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന വ്യായാമം ഫാർമേഴ്സ് ക്യാരി ലോങ് വാക്കിംഗ് ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ വെയിറ്റ് വേണം. ഒരു വെയിറ്റുള്ള ഒരു ബാഗ് തൂക്കിയിട്ട് മാക്സിമം ദൂരം നടക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 ഡംബൽസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 5 കിലോയുടെ 2 ഡംബൽ ഉണ്ടെങ്കിൽ ഓരോ ഡംബലും ഓരോ സഞ്ചിയിലിട്ട് 2 കയ്യിൽ ഓരോ സഞ്ചി തൂക്കി പിടിച്ചിട്ട് ആ ഫാർമേഴ്സ് ക്യാരി ആ ഒരു വെയിറ്റ് യൂസ് ചെയ്ത് ലോങ് ആയിട്ട് വാക്ക് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഏറ്റവും മികച്ച എൻഡ്യൂറൻസ് കൂട്ടാനുള്ള സേഫായിട്ടുള്ള വ്യായാമം ഫാർമേഴ്സ് ക്യാരി ലോങ് വാക്കിംഗ് ആണ്. സാധാരണപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്റ്റാമിന ഇല്ലെങ്കിൽ ജീവിതം തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പല സിനിമകളിലും മീമിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഈ കല്യാണം കഴിച്ചു ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ സ്റ്റാമിന ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കളിയാക്കുമല്ലോ. അപ്പോൾ സ്റ്റാമിന എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ എൻഡ്യൂറൻസ് അല്ലെങ്കിൽ കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ് സ്റ്റാമിന തന്നെയാണ് ഈ ബേസ് എന്ന് പറയുന്നത് എല്ലാ ഫിറ്റ്നസിൻ്റെയും ബേസ്. നിങ്ങൾ എന്ത് ടൈപ്പ് കാര്യം ചെയ്യണമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ബേസായിട്ട് നിങ്ങൾക്ക് ആവശ്യം കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ് സ്റ്റാമിനയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് തിരിച്ചറിയണം. സ്റ്റാമിന എന്നുള്ള ബേസിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, പവർ, സ്ട്രെങ്ത്, അതുപോലെ തന്നെയാണ് സ്പീഡ്, അതൊക്കെ ഈ സ്റ്റാമിന എന്നുള്ള ബേസിൻ്റെ മുകളിൽ നമ്മൾ പയ്യെ അടുക്കി കയറ്റേണ്ടതാണ്. അതുപോലെ തന്നെയാണ് മസ്കുലാർ ലെവലിലുള്ള എൻഡ്യൂറൻസും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കരുത്. എൻഡ്യൂറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ബേസ് സ്റ്റാമിനയാണ്, കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ് ആണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫാർമേഴ്സ് ക്യാരി വാക്കിംഗ്, ലോങ് വാക്കിംഗ്, അല്ലെങ്കിൽ വെറും ലോങ് വാക്കിംഗ്. നിങ്ങൾക്ക് ദീർഘദൂരം നടക്കണമെങ്കിൽ സ്റ്റാമിന വേണ്ടേ? ഇപ്പോൾ സ്റ്റാമിന ഇല്ലാത്ത ഒരാൾക്ക് ദീർഘദൂരം നടക്കാൻ പറ്റുമോ? 1 കിലോമീറ്റർ നടക്കുമ്പോൾ തന്നെ അയാൾ കിതച്ച് അവിടെ കിടക്കും. അതായത് നടക്കുമ്പോൾ പോലും കിതപ്പ് വരും. അതൊട്ടും സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ടാണ്, കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ബാലൻസ് ആണ് വേണ്ടത്. പക്ഷേ എൻഡ്യൂറൻസ് കുറച്ച് കൂടുതൽ വേണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ലോങ്വിറ്റി, ദീർഘായുസിൽ നോക്കുന്ന ആളുകൾക്ക് എൻഡ്യൂറൻസ്, സ്റ്റാമിന, സ്ട്രെങ്ത്, പവർ, സ്പീഡ് ഇതെല്ലാം വേണം. ഇനിയിപ്പോൾ അസ്തറ്റിക് ഭംഗി, നിങ്ങളെ കാണുമ്പോൾ ഒരു ലുക്ക്, ശരീരത്തിന് ഷേപ്പും ലുക്സൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താലേ മസിൽസിനൊക്കെ ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സ്ട്രെങ്തും വേണം, അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാമിനയും കൂടെ ബിൽഡ് ചെയ്യണം. അല്ലാതെ പ്യുവർ ഒരു ബോഡി ബിൽഡറായിട്ട് മാറിയ സ്റ്റാമിന കാണത്തില്ല. ആ ഒരു തരം മസിൽ അസ്തറ്റിക്സ് മാത്രമേ കാണുള്ളൂ. പിന്നെ നിങ്ങളൊരു സ്പോർട്സ് മേഖല, എന്തെങ്കിലും ഫുട്ബോൾ കളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഗെയിമുകളൊക്കെ കളിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പവറും സ്പീഡൊക്കെ തന്നെയാണ്. ഇതാണ് ജീവിതത്തെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ ഫോക്കസ് ചെയ്യുന്ന ആളായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ എന്താണെന്നറിയാമോ? നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നതാണ്. ഇപ്പോൾ ഉദാഹരണം, വ്യക്തിപരമായിട്ട് ഞാൻ എൻഡ്യൂറൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാത്തിൻ്റെ ബാലൻസാണ് ചെയ്യുന്നത്. പക്ഷേ എൻഡ്യൂറൻസ് കുറച്ച് മുകളിൽ നിൽപ്പുണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞ ഒരു മാരത്തോൺ റണ്ണർ, അയാൾക്ക് സ്ട്രെങ്ത് ഉണ്ടോ? ഇപ്പോൾ ഒരു മാരത്തോൺ റണ്ണറുടെ വീട്ടിൽ അയാളുടെ അച്ഛൻ പെട്ടെന്ന് തലയിറങ്ങി വീണ് അയാൾ എങ്ങനെ അച്ഛനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? അത് പറ്റത്തില്ല. അപ്പോൾ മാരത്തോൺ റണ്ണർ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ കുറച്ച് സ്ട്രെങ്ത് കൂടെയൊക്കെ ബിൽഡ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞ ഒരു പവർ ലിഫ്റ്റർ, ഭയങ്കര പവർ ലിഫ്റ്ററാണ്, മറ്റേ 150 കിലോയും 200 കിലോയൊക്കെ പൊക്കും. ഒരു പവർ ലിഫ്റ്റർ ഹോസ്പിറ്റലിൽ ചെന്ന് ഇയാളുടെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും വയ്യ, പവർ ലിഫ്റ്റർ എടുത്ത് നേഴ്സ് പറയാണ്
1 മിനിറ്റിനകം ഈ മരുന്ന് അത്യാവശ്യം വളരെ എമർജൻസിയാണ്, അവിടെയാണ് ഒരു 300-500 മീറ്റർ അപ്പുറത്താണ് മെഡിക്കൽ സ്റ്റോർ, പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് ഓടിപ്പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. എവന് 200 കിലോ എടുത്ത് പൊക്കാൻ പറ്റും, സ്പീഡിൽ ഓടി വരാൻ പറ്റുമോ? അപ്പോൾ ഒരു പവർ ലിഫ്റ്റർ സ്പീഡിൽ ഓടാനും പറ്റുന്ന ഒരു സിറ്റുവേഷനും കൂടെ, ഒരു ശക്തിയും കൂടെ അയാൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സ്പീഡ് അത്ലറ്റ് വളരെ സ്പീഡിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, സ്പീഡിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഇഞ്ചുറി റിസ്ക് കൂടുതലാണ് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ. കാരണം അയാളുടെ സ്പീഡിനെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ജോയിൻറ്റ്സ് സ്ട്രോങ് അല്ലായിരിക്കാം, അയാളുടെ മസിൽസ് സ്ട്രോങ് അല്ലായിരിക്കാം, അപ്പോൾ അയാൾക്ക് ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. ഞാനിത് ഏതെങ്കിലും ഒരു സ്പോർട്സിന്, ഞാനൊരു പവർ ലിഫ്റ്ററെ കുറ്റം പറഞ്ഞതല്ല, ഒരു മാരത്തോൺ റണ്ണറെ കുറ്റം പറഞ്ഞതല്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം ആവശ്യമായിട്ട് വരും, എല്ലാത്തിൻ്റെ ബാലൻസ് വേണം. അല്ലാതെ ഏതെങ്കിലും ഒന്ന് മാത്രം കടിച്ചു തൂങ്ങി ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ പറഞ്ഞ പ്രോബ്ലം വരും. ഇപ്പോൾ ഫ്ലോറ് കയറണം, ഇപ്പോൾ എസ്പെഷ്യലി നോക്കിയാൽ മതി, ഈ ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്ന ആളുകളും ഈ പവർ ലിഫ്റ്റേഴ്സൊക്കെ ഒരു ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ അവർ സ്റ്റെപ്പ് കയറാറില്ല. കാരണം അവർക്ക് എൻഡ്യൂറൻസ് കുറവാണ്, സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ മാക്സിമം ലിഫ്റ്റ് കയറിയായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പുകൾ കയറണമെങ്കിൽ എൻഡ്യൂറൻസ് വേണം. അതുപോലെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു മാരത്തോൺ റണ്ണർ, ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യത്തിന് പുറത്ത് പോയി കുറേ വീട്ടു സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം, അതിനൊക്കെ നല്ല സ്ട്രെങ്ത് വേണം സാധനങ്ങൾ തൂക്കി വരാൻ വേണ്ടി. അപ്പോൾ അതിന് സ്ട്രെങ്ത് വേണം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു മരം ഒടിഞ്ഞ് വീണു, അപ്പോൾ അതെടുത്ത് ഉടനെ മാറ്റണം. അപ്പോൾ ചെറിയൊരു കൊമ്പ് വീണു, അതെടുത്ത് പൊക്കിയെടുത്ത് മാറ്റണമല്ലോ, അതിനൊക്കെ സ്ട്രെങ്ത് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ എല്ലാത്തിൻ്റെ ആവശ്യം വേണം, പക്ഷേ എൻഡുറൻസിന് ഒന്ന് ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും മുകളിൽ സ്ഥാനം കൊടുക്കണം. എല്ലാം നിലനിൽക്കുന്ന ബേസ് സ്റ്റാമിനയാണ്, ഇത് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സ്ട്രെങ്ത് ആണോ, സ്പീഡാണോ, സ്റ്റാമിനയാണോ, പവറാണോ, എൻഡുറൻസ് ആണോ, ഏതാണ് ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിനാണോ ഫോക്കസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതിലേതിലാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു.